എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഡെയിലി വർക്ക്ഷോപ്പ് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും ഡെയിലിയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ ഡെയിലി ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ ഡിസ്കസ് ചെയ്ത് വന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസും കൂടെ ചെയ്ത് പോകണം. സോ ദാറ്റ് നിങ്ങളത് മറക്കാതെ ഇരിക്കും. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ്സ്, ആ ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ബാക്കി കൺസെപ്റ്റ്സുകൾ ഇത്രയുമാണ് കവറായി പോകുന്നത്. അതൊരു ചെറിയ കാര്യമല്ല അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക, ഒപ്പം ഡെയിലിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്ത് പോകുക. ഇതിനോടൊക്കെ ഒപ്പം തന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ടല്ലോ. ഓക്കെ, ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ്? കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനെ നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ പ്രൊവിഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു കൺക്ലൂഷനിൽ എത്തേണ്ട ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രൊവിഷൻ മാത്രം എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾസോ മോക്കിൽ വന്നിട്ടും കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇതിലേക്ക് പോവാം. ഓക്കെ, സോ ലാസ്റ്റ് ടൈം നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? കമ്പനീസ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? കമ്പനീസ് ആക്ടിൽ നിന്ന് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കി ഒന്ന് റിക്കലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പ്രൊവിഷൻ പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തിരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തത് ഇവിടെ ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് എന്താണെന്നുള്ളത്, അതിൻ്റെ അൾട്രാ വയർസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബിയോണ്ട് ദെയർ പവർ, ഒരാളുടെ പവറിൽ കൂടുതലായിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് എന്ന് പറയുന്നത്. അത് വോയിഡ് ആണ്, അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മേൽ ബൈൻഡിങ് അല്ല എന്നുള്ളൊരു കൺക്ലൂഷനാണ് നമുക്ക് വരുന്നത്. ദെൻ മെമ്മോറാണ്ടം എന്താണ്? മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. MOA and AOE എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഒരു തേർഡ് പാർട്ടി കമ്പനിയായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി വരുമ്പോഴേക്കും ആൾ ഈ പറഞ്ഞ മെമ്മോറാണ്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഔട്ട്സൈഡർ ഡീലിംഗ് വിത്ത് കമ്പനി ആർ സപ്പോസ് ടു നോ ദ MOA, അതായത് പവേഴ്സ്. MOAയിൽ പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പവേഴ്സ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റിയുടെ ബേസിൽ ഈവൻ ഇഫ് അൾട്രാ വയർസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും ആ പറഞ്ഞ കമ്പനി എന്തെങ്കിലും ബെനിഫിറ്റ് അതിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ലയബിലിറ്റി കമ്പനിക്ക് ഉണ്ടാവും എന്നുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റിയുടെ ബേസിൽ നമ്മൾ പ്രൊവിഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊവിഷനിലല്ല, നമ്മുടെ കൺക്ലൂഷൻ പാർട്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറും ഇത് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, റിവൈസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. സോ അതായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ. അപ്പം അതിന് മുന്നേ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? സെക്ഷൻ 9 and 10 കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അസർടൈൻമെന്റ് ഓഫ് പ്രൈസ്, അത് വാല്യുവേഷൻ ബൈ തേർഡ് പാർട്ടി. അതിൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് സോണി ആൻഡ് പ്രിയയുടെ കേസ് വെച്ചിട്ട്. അതൊരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ യൂണിറ്റ് 1 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ആ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. വായിച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങൾ എന്താ പറയുക, റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ രീതിയിലൊന്ന് ആൻസർ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. മേ ബി നിങ്ങളിത് 1-2 തവണ അല്ലെങ്കിൽ 3 തവണ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് ടൈം എടുത്ത ടൈം അത്രയും വേണ്ടി വരില്ല ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ ആൻസർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുള്ള ടൈം കുറഞ്ഞു വരും. നമുക്ക് അതിനല്ലേ വേണ്ടത്? നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് മിനിമം ടൈമിൽ നമുക്ക് മാക്സിമം ക്വാളിറ്റി ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 1-2 തവണ നമ്മൾ എഴുതിയല്ലോ, പിന്നെ ഇനി എന്തിനാ പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഇന്നർ മീനിങ്സ് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവുന്ന അതിൻ്റെ ഒരു 3rd അല്ലെങ്കിൽ ഒരു 4th ടൈം റിവിഷനിലും എല്ലാം ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി അതിൽ കിട്ടുന്നത്. പിന്നെ നമ്മളത് മറക്കത്തില്ല. ഈ ഒരു കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്ത് വേറെ ഏത് രീതിയിലെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മറക്കത്തില്ല, ആ ഒരു ഫോർമാറ്റ് മറക്കത്തില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എഗെയിൻ അത് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെത്താനെ ആ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന നമ്മുടെ യൂണിറ്റ് 5 ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്യൂട്ട് ഫോർ ഡാമേജസ് സെക്ഷൻ 73. ബ്രീച്ച് എന്താണ്, അതുപോലെ തന്നെ സ്യൂട്ട് ഫോർ ഡാമേജസിലുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. മിസ്റ്റർ ചേതൻ ആൻഡ് വൈഫ് മണാലിക്ക് പോയ ഒരു കഥയായിരുന്നു. സോ ആ കഥ നിങ്ങളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഒന്നുകൂടെ വായിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടെ ആൻസർ നിങ്ങൾക്ക് തന്നെത്താനെ അത്
റീഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, യെസ്, ദ ആൻസറും ഇവിടെ ഉണ്ട്. ഓക്കെ, അതൊരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, സെയിൽ ഓഫ് ഗുഡ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്തു, കമ്പനീസ് ആക്ടിൽ നിന്നും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സ്ഡ് പീരീഡ് ആസ് പെർ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932? ഓക്കെ, ആൻഡ് ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട് ഈ ക്വസ്റ്റിന്. ആ പാർട്ടിനാണ് 4 മാർക്ക് വരുന്നത്. ക്യാൻ എ മൈനർ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം? ജസ്റ്റിഫൈ യുവർ ആൻസർ ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ഓഫ് എ മൈനർ ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഫേം. ഓക്കെ, സോ ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഒന്ന് വായിച്ച് നോക്കിയാലോ അതിൻ്റെ പ്രൊവിഷൻസ്. സോ എല്ലാവരുടെയും കയ്യിൽ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടല്ലോ. ഇത് നമ്മുടെ ICAയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ഒരു സൈറ്റാണ്, ICA BOS എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ നമുക്ക് സോഫ്റ്റ് കോപ്പീസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ 4 ആണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്നുള്ളത്. അതിൽ തന്നെ 3 യൂണിറ്റ്സ് ഉണ്ട്. ഇതിലേത് യൂണിറ്റ്സ് എന്നാണെന്നുള്ളത് മനസ്സിലായല്ലോ. ജനറൽ നേച്ചർ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ടോപ്പിക് നമ്പർ 5-നിടയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. വിത്ത് റിഗാർഡ് ടു ഡ്യൂറേഷൻ ആൻഡ് വിത്ത് റിഗാർഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ബിസിനസ് വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. 4 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ 4 കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഒന്ന് എന്താണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ, ദെൻ നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ട പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ്, പിന്നെ പെർട്ടിക്കുലർ ആൻഡ് ജനറൽ പാർട്ട്ണർഷിപ്പ്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാനുള്ള ടൈം ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്താണ്, അല്ലെങ്കിൽ ജനറൽ പാർട്ട്ണർഷിപ്പിനെ പറ്റിയോ പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പിനെ പറ്റിയോ ആയിരിക്കാം. അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കണ്ടപ്പോൾ, ഒരു ക്വസ്റ്റ്യനിൽ ഒരു കൺസെപ്റ്റ് നമ്മൾ കണ്ട് ഇവിടെ വന്നപ്പോൾ, എനിവേ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് വായിച്ച് നോക്കിയിട്ട് പോകണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് എന്താണ് എന്നുള്ളത് വായിച്ച് നോക്കാം. നിങ്ങളെല്ലാവരും തന്നെ വായിച്ച് നോക്കാം. മാക്സിമം ടെക്സ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ലോയുടെ ലാംഗ്വേജ് കറക്റ്റായിട്ട് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, നല്ല രീതിയിൽ വായിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് കിട്ടിക്കോളും. ഓക്കെ, യെസ്, പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് എന്ന് പറയുന്നത് വേറെ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ബൈ എ കോൺട്രാക്ട് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഒരു 2 വർഷത്തേക്കിന് നമുക്ക് 2 പേർക്കും കൂടെ ചേർന്ന XY ചേർന്നിട്ട് ഒരു ആപ്പിൾ ബിസിനസ് നടത്താണ് എന്ന് വിചാരിക്കാം. ആ ഒരു 1 ഇയർ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ആ ഒരു ക്രൈറ്റീരിയ. ആ ഒരു 1 ഇയർ കഴിയുമ്പോൾ എന്താണ്, ആ പാർട്ട്ണർഷിപ്പ് അവിടെ ക്ലോസ് ആവുകയാണ്, അവർ പിരിഞ്ഞു പോവുകയാണ്. ഓക്കെ, ആ ഒരു ഡ്യൂറേഷൻ ആയിരിക്കും അവിടുത്തെ മെയിൻ സംഭവം. അങ്ങനെ ഒരു രീതിയിലുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ്. ആൻഡ് ദ പാർട്ട്ണർഷിപ്പ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ്. ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റഡ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സിമ്പിൾ കാര്യമില്ലേ. സച്ച് എ പാർട്ട്ണർഷിപ്പ് കംസ് ടു ആൻ എൻഡ് ഓൺ ദ എക്സ്പയറി ഓഫ് എ ഫിക്സഡ് പീരീഡ്. ആ ഒരു 2 വർഷം എത്രയാണോ അവർ ഫിക്സ് ചെയ്തിരുന്ന ആ ഒരു ഡേറ്റ് എക്സ്പയർ ആവുന്ന അനുസരിച്ചിട്ട് ഇവരുടെ പാർട്ട്ണർഷിപ്പ് എന്താവും, ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായിരുന്നു പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ്. നമ്മുടെ ഫസ്റ്റ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഇതായിരുന്നു. നമുക്ക് ലാസ്റ്റ് ആൻസറും കൂടി ഫ്രെയിം ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, ദെൻ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്താണ്, അതുപോലെ തന്നെ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്താണ്, ജനറൽ പാർട്ട്ണർഷിപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ 2 മാർക്സിനുള്ള ആൻസർ ആയല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മൈനറിനെ പറ്റിയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ക്യാൻ എ മൈനർ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിന് ഒരു പാർട്ട്ണർ ആവാൻ വേണ്ടി പറ്റുമോ? മൈനറിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പഠിച്ചപ്പോൾ അതർ എസെൻഷ്യൽസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കപ്പാസിറ്റി ടു കോൺട്രാക്ട്. ആർക്കൊക്കെ ആയിരുന്നു കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ അതർ എസെൻഷ്യൽസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ചാപ്റ്റർ 2 അതർ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. കപ്പാസിറ്റി എന്ന് പറയുന്നത് കോമ്പീറ്റൻസ് ഓഫ് പാർട്ടീസ്. ഒരു പാർട്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ എന്തായിരിക്കണം, കോമ്പീറ്റൻ്റ് ആയിരിക്കണം എന്നുള്ളത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. അവിടെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവിടെയും പാർട്ട്നേഴ്സ് അതുപോലെ എങ്ങനെയായിരിക്കണം, കോമ്പീറ്റൻറ്റ് പാർട്ടീസ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഹു ഈസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് എന്ന് സെക്ഷൻ 11 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? എവറി പേഴ്സൺ ഈസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് ഇഫ് he has attained the age of
മെജോറിറ്റി. അപ്പോൾ ഒരു മൈനർ എന്ന് പറയുന്ന ആളിനെ നമുക്ക് എങ്ങനെ പറയാം? ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി. അപ്പം ആള് കോമ്പീറ്റൻ്റ് ആണോ? അല്ല. അപ്പോൾ പാർട്ട്ണർ ആവാൻ പറ്റുമോ? ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 11 ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ എന്നുള്ളത്. മൈനറിൻ്റെ കേസ് പറയുമ്പോൾ കോമ്പീറ്റൻറ്റ് പാർട്ടി അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് എന്താണ്? വോയിഡ് ആണ് അല്ലേ? മൈനറുമായിട്ടുള്ളൊരു കോൺട്രാക്ട് എന്ന് പറയുന്നത് വോയിഡ് അബ് ഇനീഷ്യോ ആണ്. ഫ്രം ദ ബിഗിനിങ് ഇറ്റ് ഇസ് വോയിഡ്. വോയിഡബിലിറ്റി പോലും ഇല്ല, അത് വോയിഡ് തന്നെയാണ് അല്ലേ? പക്ഷേ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ ഒരു പ്രൊവിഷനിൽ പറയുന്നുണ്ട് മൈനർ ക്യാൻ ബിക്കം എ പാർട്ട്ണർ. പക്ഷെ അതിനകത്ത് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് സെക്ഷനിൽ തന്നെ നോക്കാം. ഏത് യൂണിറ്റ് ആണെന്നുള്ളത് മനസ്സിലായോ? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ യൂണിറ്റ് 2 റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ടോപ്പിക് നമ്പർ 10 നമ്മൾ പഠിക്കുന്നത് മൈനേഴ്സ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. മൈനർ അപ്പോൾ പാർട്ട്ണർ ആവാനായിട്ട് പറ്റുമല്ലോ അല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം. മൈനർ ആയിരിക്കുന്നിടത്തോളം കാലം മൈനറിന് എന്തുണ്ടാവില്ല? ലയബിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. സോ സെക്ഷൻ 30 ഇത് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. Therefore, a minor cannot become a partner in a firm because the partnership is found എന്തിൻ്റെ ബേസിലാണ്? ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലാണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ കോമ്പറ്റൻറ്റ് പാർട്ടി ആയിരിക്കണം. മൈനർ എന്ന് പറയുന്ന ആൾ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി, കോമ്പറ്റൻറ്റ് പാർട്ടി അല്ലാത്തത് കാരണം എന്താവാൻ പറ്റില്ല? കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റില്ല. പക്ഷേ ദോ എ മൈനർ കനോട്ട് ബി എ പാർട്ട്ണർ ഇൻ എ ഫേം, ഹി ക്യാൻ ബി nonetheless admitted to the benefits of partnership under section 30 of the act. So section ഓർത്ത് വയ്ക്കുക. In other words, he can validly given a share in the partnership profits. Okay, ആൻഡ് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ബാക്കി എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റും കൂടെ ഇതിൽ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, ടോപ്പിക് നമ്പർ 10 നമ്മൾ പഠിക്കുന്നുണ്ട് മൈനേഴ്സ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. പ്രത്യേക കീ വേർഡാണ് ബെനിഫിറ്റ്സ്. ഒരു ലയബിലിറ്റിയും പറ്റില്ല, ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അഡ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. സോ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആൻഡ് നമുക്ക് ആൻസറിലേക്ക് വേണ്ട പോയിന്റ്സ് നമ്മൾ ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. സോ റീഡ് ഈ പറഞ്ഞ നമ്മുടെ പാരഗ്രാഫ്. സോ നമ്മളുടെ ചാപ്റ്റർ 4 യൂണിറ്റ് 2 നമ്മുടെ സബ് ടോപ്പിക് നമ്പർ 10 മൈനേഴ്സ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് സെക്ഷൻ 30. സെക്ഷൻ നോക്കി വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക, മറന്നു പോകരുത്. Section number 30. Okay. A minor cannot become a partner in a firm because partnership എങ്ങനെയാണ്? ഇറ്റ്സ് ഫൗണ്ടഡ് ഓൺ എ കോൺട്രാക്ട്. ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലൂടെയാണ് നമുക്കൊരു പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈനർ എന്താണ്? കോമ്പീറ്റൻറ്റ് പാർട്ടി അല്ല. വൈ? ഹി ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി. ആ ഒരു കാരണം കൊണ്ട് ഹി ഈസ് നോട്ട് എ കോമ്പീറ്റൻറ്റ് പാർട്ടി ടു കോൺട്രാക്ട്. അതുകൊണ്ട് തന്നെ പാർട്ട്ണർ ആയിട്ടിരിക്കാനായിട്ട് മൈനർ ലീഗലി എന്തല്ല? വാലിഡ് അല്ല. പക്ഷേ ദോ എ മൈനർ കനോട്ട് ബി എ പാർട്ട്ണർ ഇൻ എ ഫേം, ഇനിയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. ഹി ക്യാൻ nonetheless be admitted to the benefits of partnership under section 30 of the act. He can be validly given a share in എവിടെ? The partnership profits. പക്ഷേ ഇതിനകത്ത് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. വിത്ത് ദ കണ്ടീഷൻ ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ 30 ബേസിൽ സെക്കൻഡ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് ക്യാൻ എ മൈനർ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിന് ഒരു പാർട്ട്ണർ അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സെക്ഷൻ 30 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണ് പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ മൈനറിന് ലീഗലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവാൻ വേണ്ടി പറ്റില്ല? ഒരു പാർട്ട്ണർ ആവാൻ വേണ്ടി പറ്റില്ല. പക്ഷേ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് ഹി ക്യാൻ ബി വാലിഡ്ലി ഗിവൺ എ ഷെയർ ഇൻ പാർട്ട്ണർഷിപ്പ് പ്രോഫിറ്റ്സ് അണ്ടർ സെക്ഷൻ 30 അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ ബെനിഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് പാർട്ട്ണറിന്, അതായത് ഈ മൈനറിന് ബെനിഫിറ്റ്സിന് വേണ്ടി വരുന്ന ഈ മൈനറിന് ലയബിലിറ്റി ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ഓൺലി ആ ഒരു ഷെയർ മാത്രമേ കിട്ടുന്നുണ്ടാവൂ. എലോങ് വിത്ത് ദാറ്റ് കുറച്ച് റൈറ്റ്സ് കൂടെ ഉണ്ട്. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റിഫൈ യുവർ ആൻസർ വിത്ത് റൈറ്റ്സ് ഓഫ് ദ പാർട്ട്ണർ, റൈറ്റ്സ് ഓഫ് ദ മൈനർ വെൻ ഹീ ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഫേം. എന്തൊക്കെയായിരുന്നു റൈറ്റ്സ്? അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു 4 റൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എഗ്രീഡ് ഷെയർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വാലിഡ്ലി ഗിവൺ എ ഷെയർ ഇൻ ദ പാർട്ട്ണർഷിപ്പ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഷെയറിന് റൈറ്റ് ആണ്. ദെൻ എന്താണ്? ഹി ക്യാൻ ഹാവ് ആക്സസ് ടു അല്ലെങ്കിൽ ഇൻസ്പെക്ട് അല്ലെങ്കിൽ കോപ്പി ദ അക്കൗണ്ട്സ് ഓഫ് ദ ഫേം.
ഇനി ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഇപ്പം പറഞ്ഞില്ലേ എഗ്രീഡ് ഷെയർ, അതുപോലെ തന്നെ അക്കൗണ്ട്സിൻ്റെ കോപ്പി എടുക്കാനും ഇൻസ്പെക്ട് ചെയ്യാനും ആക്സസിന് വേണ്ടിയിട്ടൊക്കെ റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിലേതെങ്കിലും റൈറ്റ് പാർട്ട്ണർഷിപ്പ് ഫേമിലെ ബാക്കിയുള്ളവർ ഡിനൈ ചെയ്യുന്നുണ്ടെങ്കിൽ വെൻ ഹി ഡിസൈഡ്സ് ടു സിവിയർ ഹിസ് കണക്ഷൻ വിത്ത് ദ പാർട്ട്ണർഷിപ്പ് ഫേം ഹി ക്യാൻ സ്യൂ. അതാണ് മൂന്നാമത്തെ റൈറ്റ്. ഹി ക്യാൻ സ്യൂ ദ പാർട്ട്നേഴ്സ്, ദ അതർ പാർട്ട്നേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? മേളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എപ്പോൾ മാത്രമേ പറ്റുള്ളൂ? ബട്ട് ഓൺലി വെൻ സെവിയറിങ് കണക്ഷൻ വിത്ത് ദ ഫേം ആൻഡ് നോട്ട് അതർവൈസ്. ഓക്കെ, സോ ഇത് രണ്ടാമത്തെ പോയിന്റിനെ പറ്റിയാണ് പറയുന്നത്, ഇത് ഒന്നാമത്തെ പോയിന്റിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിലേ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ദാറ്റ് മൈനറിന് എന്ത് ചെയ്യാം? സ്യൂ ചെയ്യാം. പക്ഷേ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഈ പറഞ്ഞ മൈനർ എന്തെങ്കിലും ഒരു മേജർ ആവുമല്ലോ, മെജോറിറ്റിയിൽ എത്തുമല്ലോ, ആ സമയത്ത് ഓൺ അറ്റൈനിങ് മെജോറിറ്റി വിത്തിൻ 6 months ആൾ തീരുമാനിക്കണം നിൽക്കണോ പോകണമെന്ന്. അതായത് പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യണോ അല്ലാന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യണോ റിലീവ് ചെയ്യണോ എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? മൈനറിന് തീരുമാനിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, 6 മാസത്തിനുള്ളിൽ തീരുമാനിക്കണം. വിതിൻ 6 months തീരുമാനിക്കണം. ഓക്കെ, എലക്സ് ടു ബിക്കം എ പാർട്ട്ണർ ഓർ നോട്ട് ടു ബിക്കം എ പാർട്ട്ണർ. ഇനി പാർട്ട്ണർ ആവാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ദി ഷെയർ ടു വിച്ച് ഹി വാസ് എൻറ്റൈറ്റിൽഡ് ആസ് എ മൈനർ. മൈനർ ആയിരുന്നപ്പോൾ അയാൾക്ക് എത്ര ഷെയർ കിട്ടുമായിരുന്നു? അത്ര ഷെയറിന് തന്നെ ഈ വിൽ ബി എൻറ്റൈറ്റിൽഡ്. ആൻഡ് ഇനി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ത്രൂ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ വരുത്താവുന്നതാണ്, അത് നമ്മുടെ വിഷയമല്ല. ഓക്കെ, ആൻഡ് ഇഫ് ഇതിപ്പോൾ പാർട്ട്ണറായിട്ട് നിൽക്കാൻ തീരുമാനിക്കുമ്പോഴാണ്, ഇഫ് ഹി എലക്ട്സ് നോട്ട് ടു ബിക്കം എ പാർട്ട്ണർ, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? ദെൻ ഹിസ് ഷെയർ ഇസ് നോട്ട് ലയബിൾ ഫോർ എനി ആക്ട്സ് ഓഫ് ദ ഫേം. എപ്പോൾ തൊട്ട്? ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക് നോട്ടീസ്. അതായത് ഇഫ് ഹി എലക്ട്സ് നോട്ട് ടു ബിക്കം എ പാർട്ട്ണർ, ആൾ പാർട്ട്ണറായിട്ടിരിക്കാൻ ഇനി തീരുമാനിക്കുന്നില്ല, ലീവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇതിനെ എഫക്റ്റ് ചെയ്തിട്ട് ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കണം. ആ ഒരു പബ്ലിക് നോട്ടീസിൻ്റെ ഡേറ്റിന് ശേഷം കമ്പനി എന്തൊക്കെ ചെയ്തോ, അതായത് ഫേം എന്തൊക്കെ ചെയ്തോ അത് ഒന്നും ഈ ആളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയുമായിരുന്നു റൈറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ആൻസേഴ്സ്. ഓക്കെ, സോ നമ്മളുടെ സെക്കൻഡ് പാർട്ടിനുള്ള ആൻസേഴ്സ് ഇതാ മുഴുവൻ ഇവിടെയാണുള്ളത്. സെക്കൻഡ് പാർട്ടിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. മൈനറിന് പാർട്ട്ണർ ആവാൻ പറ്റുമോ പറ്റും എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈനറിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. സോ ഇനി നമുക്ക് മൊത്തത്തിൽ ആൻസർ ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് പാർട്ട് ചോദിച്ചിട്ടുള്ളത് ജനറൽ നേച്ചർ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 1 നിന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ദെൻ സെക്കൻഡ് പാർട്ട് എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. റിലേഷൻസ് ഓഫ് പാർട്ട്നേഴ്സിൽ ഏത് ടോപ്പിക്കായിരുന്നു? മൈനറിൻ്റെ ടോപ്പിക്കായിരുന്നു. ഏതായിരുന്നു? സെക്ഷൻ നമ്പർ 30. സോ മറക്കാതിരിക്കുക, സെക്ഷൻ നമ്പർ 30. ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴും അതിൽ നിന്നുള്ള കീ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോവുക. നിങ്ങൾ ഈ പറഞ്ഞ ഡെയിലി വർക്ക്ഷോപ്പിനായിട്ട് തന്നെ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു സൈഡിൽ എഴുതുക, ആൻഡ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പ്രോപ്പർ നിങ്ങൾക്ക് അറ്റ് എ ഗ്ലാൻസ് ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ ഏതൊക്കെ കൺസെപ്റ്റ്സ് നിങ്ങൾ പഠിച്ചു പോയി എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് കാണുമ്പോൾ ഓക്കെ, ഞാൻ അന്ന് ഈ പറഞ്ഞ പോലെ സെക്ഷൻ 30 മൈനറിൻ്റെ ആ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെക്ഷൻ 30 കാണുമ്പോൾ നമുക്കത് റിക്കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ഒരു ഗ്ലാൻസിൽ കിട്ടാൻ വേണ്ടി ഓരോ ഡേറ്റ് ഒക്കെ ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഐ തിങ്ക് 15th 25 എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഡേറ്റ് ഇട്ട് അന്ന് ഡിസ്കസ് ചെയ്തത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്, ഏത് സെക്ഷനാണ് നമ്മളിവിടെ പഠിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി പോയത് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തെ ക്വസ്റ്റ്യനും ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ വീക്ക്ലി നിങ്ങൾ എന്ത് ചെയ്യുക? സാറ്റർഡേയ്സിലില്ലാണല്ലോ, സാറ്റർഡേയ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോ എന്ന് പറയുന്നത് പിന്നെ സൂപ്പർ ഈസിയാണ്. ലോനെ പറ്റി നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എന്താ ചെയ്യണം? ഇനി നമുക്ക് ആൻസർ പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോലെ നമുക്ക് മനസ്സിലായെന്ന് അവർക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനു ചെയ്യണം? ആൻസർ ഫോം ചെയ്യണം. സോ ഇത്രയും ദിവസം നമ്മൾ ആൻസർ ഫോം ചെയ്തുകൊണ്ടിരുന്നത് പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. ഇവിടെ നമുക്ക് അനാലിസിസിൻ്റെ ആവശ്യമൊന്നുമില്ല, കൺക്ലൂഷനാണ് നമുക്ക്. പ്രൊവിഷനായിട്ട് നമുക്ക് കൺക്ലൂഷൻ തന്നെയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ്റെ പേര്, ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1.
നമുക്കിതിൻ്റെ സൈഡിലേക്ക് 1ൻ്റെ ഫസ്റ്റ് സബ് ടോപ്പിക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആസ് പെർ എന്താണ് നമുക്ക് എഴുതേണ്ടത്? ആസ് പെർ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. എപ്പോഴും പക്ഷേ എഴുതുമ്പോൾ ആക്ടിൻ്റെ നെയിം എഴുതുമ്പോൾ ഇയർ കൂടി ചേർത്ത് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? And a provision is made for, നമ്മൾ എങ്ങനെയായിരുന്നു വായിച്ചത്? ടെക്സ്റ്റ് വായിച്ചില്ല നമ്മൾ. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ. ആൻഡ് such a partnership comes to an end at the expiry of the term അല്ലെങ്കിൽ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഇനി നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ചോദിച്ചില്ല എന്താണ്? ദെൻ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് എന്തിനെ പറ്റിയായിരുന്നു? ക്യാൻ എ മൈനർ ബിക്കം എ പാർട്ട്ണർ എന്നുള്ളത്. എന്തായിരുന്നു നമ്മുടെ ഉത്തരം? ആസ് പെർ, നമുക്ക് അവിടെ ഒരു സെക്ഷൻ ഉണ്ട്, ആസ് പെർ സെക്ഷൻ 30 ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. ഇയർ എഴുതണം 1932. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ്. ഇതിന് വേണ്ടിയിട്ടാണ് ബെനിഫിറ്റ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഓക്കെ, ഹി ക്യാൻ ബി, നമുക്ക് പോയിന്റ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയിന്റ്സ് ആയിട്ട് എഴുതാം. നമ്മൾ ബെറ്റർ ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹി ക്യാൻ ബി വാലിഡ്ലി ഗിവൺ എന്ത്? എ ഷെയർ ഇൻ പാർട്ട്ണർഷിപ്പ് പ്രോഫിറ്റ്. ഇൻ വാട്ട്? ഇൻ പാർട്ട്ണർഷിപ്പ് പ്രോഫിറ്റ്. ഓക്കെ, വിത്ത് ദ കൺസെൻറ്റിൻ്റെ കാര്യം കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ആര്? ഓൾ ദ പാർട്ട്നേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്? ക്യാൻ എ മൈനർ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. ഇത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് കൂടെ പറയാം. ദെയർഫോർ a minor can become a partner in a partnership firm underline ചെയ്യണം, for the benefits of the partnership. ഓക്കെ, അപ്പോൾ അതിനൊരു കൺക്ലൂഷനുമായി ഞാൻ എന്താണ്? justify your answer and also explain the rights of a minor in a partnership firm. സോ ഇതിന് ഈ ഒരു ക്വസ്റ്റിന് നമുക്ക് വേണമെങ്കിൽ എസ് ഓർ നോ ആൻസറിൽ സ്റ്റാർട്ട് ചെയ്യാം. എസ് ആണെന്നുണ്ടെങ്കിൽ എസ്, നോ ആണെന്നുണ്ടെങ്കിൽ നോ. എസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊവിഷൻ സപ്പോർട്ട് ചെയ്യുന്നത് എസ് ആണ്. എസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ് ആസ് പെർ സെക്ഷൻ 30. അപ്പം നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആസ് പെർ സെക്ഷൻ 30 വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറിന് എന്ത് ചെയ്യുന്നത്? ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദെയർഫോർ എ മൈനർ ഒരു കൺക്ലൂഷനായി മൈനർ ക്യാൻ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. ആൻഡ് നമ്മൾ നേരത്തെ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്യണം. നമ്മുടെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ അവർ ഫസ്റ്റ് കാണണം. ദെൻ നമ്മുടെ സെക്ഷൻ 30 കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതൊരു കാണണം. സോ നമ്മൾ എഴുതാം ക്യാൻ ബി അഡ്മിറ്റഡ്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. ആൻഡ് മറ്റൊരു കാര്യം വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഹൈലൈറ്റും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആൻസർ ജസ്റ്റിഫൈ ചെയ്തു. ഓൾസോ എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ഓഫ് എ മൈനർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. ആൻഡ് താഴോട്ട് നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ്സ് ഓഫ് എ മൈനർ ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം എന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വയ്ക്കാം. ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് പോയിന്റ്സ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാം. പാർട്ട്ണർഷിപ്പ് ഫേം. ഓക്കെ, എന്താണ്? ഹി ഹാസ് ദ റൈറ്റ് ടു എന്ത്? എഗ്രീഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ഇൻ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഫോർ എഗ്രീഡ് ഷെയർ എന്നുള്ള റൈറ്റ് ആയിരുന്നു. ദെൻ എന്താണ്? ഹി ക്യാൻ ഹാവ് ആക്സസ് ടു ഇൻസ്പെക്ട് ആൻഡ് കോപ്പി ഓഫ് വാട്ട്? ഓഫ് അക്കൗണ്ട്സ്. നിങ്ങൾ നേരെ തന്നെ എഴുതിയാലും പ്രശ്നമില്ല. ആ ഒരു അക്കൗണ്ട്സ് ഓഫ് ദ ഫേമിൽ ഈ 3 റൈറ്റും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾ നേരെ തന്നെ എഴുതിയാൽ മതിയാവും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ പോയിന്റ്സിലൊന്ന് ബുള്ളറ്റിൻ പോയിന്റ്സ് കൊടുത്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ആക്സസ് ടു അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ട്, അതുപോലെ തന്നെ കോപ്പി ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ ഫേം. ദെൻ മൂന്നാമത്തെ റൈറ്റ് എന്തായിരുന്നു? ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ പാർട്ട്നേഴ്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്യൂ ചെയ്യാം. പക്ഷേ എപ്പോൾ? ഓൺലി വെൻ ഹി ഈസ് സെവിയറിങ് കണക്ഷൻ വിത്ത് ദ ഫേം. ഓക്കെ, ഹി ക്യാൻ സ്യൂ പാർട്ട്നേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പേയ്മെൻറ്റ് ഓഫ് ഷെയർസ് ആൻഡ് അക്കൗണ്ട്സ്. ഓക്കെ, but only when എപ്പോഴാണ്? He is severing
കണക്ഷൻ വിത്ത് ഫം. ഓക്കെ, ആൻഡ് ഒരു റൈറ്റും കൂടി ഉണ്ട്, അതാണ് എന്ത്, ഓൺ അറ്റൈനിങ് മെജോറിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഓൺ അറ്റൈനിങ് മെജോറിറ്റി അത് എത്ര സമയത്തിനുള്ളിൽ വിതിൻ 6 months എന്ത് ചെയ്തിരിക്കണം, തീരുമാനിച്ചിരിക്കണം, വിതിൻ 6 months. ഓക്കെ, അതൊന്ന് നമ്മൾ പോയിന്റ് എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്യാൻ സ്യൂ ഓൺലി വെൻ സിവിയറിംഗ് കണക്ഷൻ, അതുപോലെ തന്നെ ക്യാൻ ഹാവ് ആക്സസ്, ഇൻസ്പെക്ഷൻ കോപ്പി, റൈറ്റ് ടു എഗ്രീഡ് ഷെയർ. ഇതിൽ ബാക്കിയോട് നമുക്ക് എഴുതാനുണ്ട് വിതിൻ 6 months അല്ലേ, നമുക്ക് എലക്ട് ചെയ്യണം. ആൻഡ് ഇഫ് ഹി എലക്ട്സ് ടു ബിക്കം എ പാർട്ട്ണർ, എന്താണ് നമ്മുടെ സ്റ്റാറ്റസ്, പാർട്ട്ണർ, then what, then he is entitled to the shares he received when he was a minor. And if he elects to become ആണെന്നുണ്ടെങ്കിൽ എന്താണ്, become a partner, then what, then his shares will not be liable എന്തിന് liability ഇല്ല, for the acts of firm from the date of, ഏത് ഡേറ്റ് തൊട്ടാണ് പബ്ലിക് നോട്ടീസ് കൊടുക്കുന്ന ഡേറ്റ് തൊട്ട് ആൾക്ക് എന്തില്ല, ലയബിലിറ്റി വരില്ല, ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക് നോട്ടീസ്. ഓക്കെ, യെസ്, പബ്ലിക് നോട്ടീസിന്റെ കാര്യം അണ്ടർലൈൻ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ കീ ആൻസേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ യെസ്, അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി, 6 marks കിട്ടി. 2 marks നമ്മുടെ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇവിടെ 2 marks വീഴുന്നുണ്ടാവും, 2 marks വീഴുന്നുണ്ടാവും. ദെൻ ഇവിടെ 4 marks എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, ഈ യെസ് ഓർ നോയ്ക്ക് ഒരു 1 mark അല്ലെങ്കിൽ ഒരു 0.5 marks ഉണ്ടാവും, ഒരു 1 mark തന്നെ നമുക്കിപ്പോൾ കൊടുക്കാം. ദെൻ ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ കൊടുക്കണം അല്ലേ, അതിന് ഒരു 1 mark ഉണ്ട്. ദെൻ നമ്മൾ റൈറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു 1 mark. അപ്പോൾ ടോട്ടൽ 2 + 2 + 2 6 marks ഗ്രാൻഡഡ്. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് 6 marks വരുന്നത്. പിന്നെ നിങ്ങളുടെ സെൻറ്റൻസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആൻസർ നമ്മൾക്ക് മാർക്സ് വീഴുന്നുണ്ടാവുക. സോ ആ ഒരു സെൻറ്റൻസിൻ്റെ ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ച് തന്നെ പഠിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ യൂണിറ്റ് 1-ലെ നേച്ചർ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഏത് ടോപ്പിക്കായിരുന്നു എന്നുള്ളത് നമ്മൾ എഴുതിയില്ലല്ലോ. ഏത് ടോപ്പിക്കായിരുന്നു, കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആ ഒരു ടോപ്പിക്ക്. അതിനകത്ത് തന്നെ എത്ര കൈൻഡ്സ് ഉണ്ട്, 1 2 3 4 കൈൻഡ്സ് ഉണ്ട്. പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ, ദെൻ ഫോർ ഫിക്സഡ് പീരീഡ്, ദെൻ വാട്ട്, പെർട്ടിക്കുലർ ആൻഡ് ജനറൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് അല്ലേ. സോ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വായിച്ച് പോവുക. ആൻഡ് നമ്മളുടെ യൂണിറ്റ് 2-ൽ റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സിൽ സെക്ഷൻ 30 മൈനറിൻ്റെ റൈറ്റ്സ് വരെ നമ്മൾ പഠിച്ചു. ലയബിലിറ്റീസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കൂട്ടത്തിൽ വായിച്ച് പോവുക. അപ്പം അത്രയും കൺസെപ്റ്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഡയറക്റ്റ്ലി വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണുന്നുണ്ടാവും. അപ്പം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നല്ല ക്വാളിറ്റി സെൻറ്റൻസുകൾ വേണം. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതിന് ഒരു സൈഡിൽ നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസർ അത് നിങ്ങൾ ഫ്രെയിം ചെയ്ത്, നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഫ്രെയിം ചെയ്യുന്ന ആൻസർ വേണം അതിൽ ഉണ്ടാവേണ്ടത്. ദെൻ അതിൻ്റെ അതർ സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റീക്യാപ്പ് പോലെ നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഡേറ്റ് വൈസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഷോർട്ട് നോട്ട്സ് പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഗ്ലാൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത്ര കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഇതായിരുന്നു, അപ്പോൾ നമുക്കത് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം.